ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്ന നാളുകളിൽ വരവിനായിട്ട് ഒരുങ്ങി ജീവിക്കേണ്ടതിന് കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. വചനം കാത്ത് സാക്ഷ്യം വഹിച്ച ഫിലദൽഫിയ സഭയോട് സഭകളുടെ ക്രിസ്തു പറയുന്ന ചില വാഗ്ദത്ത വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ നാലാമത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാൻ സംഗതി വരുത്തുന്ന സഭാകാന്തൻ എന്നുള്ളതായ വിലപ്പെട്ട വാക്കുകൾ നാം ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ആ സഭയോട് ഏറ്റവും സ്നേഹത്തോടെ വർത്തിക്കുമ്പോൾ അവർ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണെന്നുള്ളതായ ആ വലിയ സത്യം മറ്റുള്ളവർക്കും അറിയുവാൻ ഇടയാക്കി തീർക്കുന്നു എന്നുള്ളത് നാം അവിടെ ചിന്തിക്കുവാൻ ഇടയാവുകയായിരുന്നു. നമ്മളതിൻ്റെ മിക്കവാറും പാഠങ്ങൾ ചിന്തിച്ചായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു നേരിട്ടുള്ള ഉത്തരമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ഓർത്തതായ കാര്യം, നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ആദ്യം പ്രതിഫലിക്കപ്പെടുന്നത് കർത്താവ് തന്ന വചനത്തോടുള്ള അനുസരണത്തിലായിരിക്കും. അതാണ് നമ്മൾ പ്രധാനമായിട്ട് അവിടെ നിന്ന് ഓർക്കാനിടയായിട്ട് തീർന്നത്. ഞാൻ ആ കൂട്ടത്തിൽ ഒരു ഗ്രഹപാഠം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കർത്താവിൻ്റെ വചനം സൂക്ഷിക്കാനുള്ള നിർദ്ദേശം, കൽപ്പന ദൈവം ആവർത്തന പുസ്തകത്തിൽ അവർക്ക് ആവർത്തിച്ച് നൽകുന്നുണ്ട്. 29-ാം അധ്യായം ഒന്ന് വായിച്ചു വരണമെന്നും 23-24 വാക്യങ്ങൾ വേറിട്ടൊന്ന് ചിന്തിക്കണം എന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഈ പഠനത്തിൽ ചേർത്ത് പറഞ്ഞതിൻ്റെ കാരണവും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ദിവസങ്ങളിൽ ആവർത്തന പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ വാക്യങ്ങൾ ഏറെ എന്നെ സ്പർശിക്കുവാൻ ഇടയായിട്ട് തീർന്ന വാക്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാതലായ സന്ദേശം അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 23-24 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 23-24 വാക്യങ്ങൾ. ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. അതിനുണ്ടാകുന്ന മറുപടി എന്തെന്നാൽ, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ വലിയ തകർച്ചയുടെ നടുവിൽ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യവും അതിന് നൽകപ്പെടുന്നതായൊരു ഉത്തരവുമാണ് ഈ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ചോദ്യവും ഉത്തരവും വളരെ ക്ലിയറാണ്. പ്രത്യേകിച്ച് അതിനൊരു വിശദീകരണം ആവശ്യമില്ല. എന്നാൽ ആ ഉത്തരം അതിൽ തന്നെ എത്രയോ ഗൗരവമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ അധ്യായത്തിലൂടെ കഴിഞ്ഞ ദിവസം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ അധ്യായത്തിൻ്റെ ഈ 2 വാക്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ ഒന്ന് ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. ആരാണ് ചോദിക്കുന്നത് എന്ന് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ആരാണ് ചോദിക്കുന്നത്? സകല ജാതികളും ചോദിക്കും. ഇപ്പോൾ സകല ജാതികളും ചോദിക്കുന്നുണ്ട്. ഇസ്രയേലിനെ സകല ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
ലോകത്തിൽ സാമാന്യ വിവരമുള്ള എല്ലാ ആളുകൾക്കും ഇവരൊരു ചോദ്യചിഹ്നമാണ്. ഈ പശ്ചാത്തലം അല്ലെന്ന് മാത്രമേ ഉള്ളൂ, പശ്ചാത്തലം വേറെയാണ്. എങ്കിലും അവരൊരു വലിയ ചിന്താവിഷയമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിവർ വളരെ കഠിനമായ പ്രതികൂലങ്ങളുടെയും ശിക്ഷയിലൂടെയും കടന്നു പോകുമ്പോഴുള്ള ചോദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വാക്യം കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ധ്യാനിച്ചപ്പോൾ ഓർത്തൊരു കാര്യം, ദൈവമക്കളായ നാം ജീവിക്കുമ്പോഴും നമ്മെ ശ്രദ്ധിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. റോമാലേഖനത്തിൽ ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റോമാലേഖനം നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണല്ലോ. നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു. അപ്പോൾ ജാതികൾ ഇവരെ കാണുമ്പോൾ ദൈവനാമത്തെ ദുഷിക്കുവാൻ കാരണമായിട്ട് തീരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സന്ദേശമുണ്ട്. നമ്മൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയാകാതെ നമുക്ക് സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്ന വളരെ ശക്തമായൊരു സന്ദേശമായിട്ടാണ് അത് ഇരിക്കുന്നത്. ആ കരുതലോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്താണ് ചോദിക്കുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അപ്പോൾ അതെന്നെ വളരെ ഭയപ്പെടുത്തിയൊരു വാക്കുകളാണ്. കാരണം ജാതികൾക്കും അറിയാം ഇവരാരുടെ വകയാണ്, ദൈവത്തിൻ്റെ വകയാണ്. യഹോവ ഇവരുടെ ദൈവമാണ്. അപ്പോൾ ഇവർക്കൊരു ദോഷം വരണമെങ്കിൽ അത് ആര് വരുത്തിയാലേ വരുവുള്ളൂ? യഹോവ വരുത്തിയാലേ വരികയുള്ളൂ. അപ്പോൾ ലോകത്തിലുള്ള ആളുകൾക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇത് ദൈവം അവർക്ക് വരുത്തിയതാണ് എന്നുള്ളതായ ആ വലിയ തിരിച്ചറിവ് ഒരുപക്ഷെ ഇവർക്ക് കിട്ടിയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ജാതികൾക്കത് മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഇനി ഒരു മറുവശം ഓർക്കാനിടയായിട്ട് തീർന്നു. നാം ദൈവമക്കളെന്ന നിലയിൽ അനുഭവിക്കുന്ന വേറിട്ടുള്ള കരുതൽ പദവികൾ ഒക്കെ ധാരാളമുണ്ട്. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടാവും. അപ്പോൾ നാം കുറച്ച് പേരെ ഉള്ളൂ എങ്കിലും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ അനുഗ്രഹീതമായൊരു സത്യമാണ്. ഈ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ കൂടെ നമ്മൾ ഓർക്കാറുള്ളൊരു വാക്യമാണ്. വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും കേൾക്കുന്ന പ്രാർത്ഥനാ ബന്ധമുള്ള ജാതിയാണ് ഇസ്രായേൽ മക്കൾ. 8-ാം വാക്യത്തിൽ വരുമ്പോൾ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതിയാണ് ദൈവജനം എന്ന് ദൈവാത്മാവ് അവരെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം അതിൽ തന്നെ എത്രയോ പ്രത്യേകതയുള്ള ആളുകളാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ജാതികൾക്കും അറിയാം. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, എന്താ ഇവർക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് ചിന്തിക്കുകയാണ്. നാം അനുഭവിക്കുന്ന ദൈവിക കരുതലിനെക്കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ ഏറെ സുപരിതമായൊരു വാക്യം ഓർമ്മയിൽ വന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കുള്ളതായ ആ കരുതലും സുരക്ഷിതത്വവും ആ വാക്യത്തിൽ വെളിപ്പെടുത്തപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊന്ന് വായിച്ചു പോയാൽ മതി, ഒത്തിരി വിശദീകരണം വേണ്ടെന്ന് തോന്നുന്നു. 10-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങൾ. കാശിന് 2 കുരിയിൽ വിൽക്കുന്നില്ലേ?
അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നാം അനുഭവിക്കുന്ന സ്വർഗീയമായ കരുതലിൻ്റെ മഹത്വം നമ്മുടെ കർത്താവ് അവിടെ ഏറ്റവും മനോഹരമായി വെളിപ്പെടുത്തുകയാണ്. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് 2 കാശിന് എത്ര കുരികിലുണ്ട്? 5 കുരികിൽ എന്ന് പറഞ്ഞാൽ 2 കാശിന് വാങ്ങിയാൽ 1 കുരികിൽ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് ഈ കണക്ക് പറയുമ്പോൾ ഈ കുരികിൽ വളരെ നിസ്സാരമായൊരു പക്ഷിയാണ്. പക്ഷേ ആ പക്ഷി നീ ഒരു കാശ് കൊടുത്ത് 2 വാങ്ങുമ്പോൾ അത് നിൻ്റെ വകയായിട്ട് തീരുകയാണ്. അപ്പോൾ നിൻ്റെ വകയായിട്ട് തീരുമ്പോൾ പിന്നെ ആരുടെ സംരക്ഷണം അതിനുണ്ട്? നിൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് ഉണ്ട്. അത് വേറൊന്നും കൊണ്ടുമല്ല, നീ വില കൊടുത്ത് വാങ്ങിയതാണെന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വേറിട്ടുള്ളതായ സംരക്ഷണമുണ്ട്. എന്നെ കഴിഞ്ഞ നാളിൽ വളരെ ധൈര്യപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമാണിത്. കാരണം കാശിന് 2 കുരികിൽ വിൽക്കുന്ന 1 കുരികിൽ നിലത്ത് വീഴുവാൻ കർത്താവ് സമ്മതിച്ചാലേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കുള്ള നിസാര വകകളുടെ മേൽ പോലും ആർക്ക് നിയന്ത്രണമുണ്ട്? നമ്മുടെ ദൈവത്തിന് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഈ വാക്യം ശരിക്കും മനസ്സിലായാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ധൈര്യത്തോടെ ഓരോ ദിവസവും ജീവിക്കാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നത് കുരിയിലിൻ്റെ കാര്യമൊന്നുമല്ല, നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവമക്കൾ എന്ന നിലയിൽ നാം അനുഭവിക്കുന്നതായ സംരക്ഷണം, കരുതൽ, അത് എത്രയോ ശ്രേഷ്ഠമേറിയതായ കരുതലാണ്. ലോകത്തിൽ ആർക്കും ഈ കരുതൽ നമുക്ക് നൽകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളത്, നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്നുള്ളത് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. അതിലൂടെയൊക്കെ ഞാനൊരു സന്ദേശം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒടുവിൽ പറഞ്ഞുറപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് നാം എത്രയോ സുരക്ഷിതരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ഈ ആവർത്തന പുസ്തകത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ആവർത്തിച്ചും പറയുന്നുണ്ടത്. നമ്മുടെ 29-ാമത്തെ അധ്യായത്തിൽ 2 വാക്യങ്ങളാണ് വായിച്ചത്. 28-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പരിചയമുള്ള 2 വാക്യങ്ങൾ വായിക്കാം. ആ വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 47, 48 വാക്യങ്ങൾ വായിക്കാം. ഈ ജാതികൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പിമ്പിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. വായിച്ചാട്ടെ. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായകൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. ഞാൻ പലപ്പോഴും ഭയത്തോടെ ഓർക്കുന്നൊരു വാക്യമാണിത്. നമുക്ക് ദൈവത്തെ സേവിക്കാനുള്ള ഭാഗ്യമുണ്ടായി, സകല വസ്തുക്കളുടെയും സമൃദ്ധിയോടെ ആയിരിക്കാനായിട്ടുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ദൈവത്തെ സേവിക്കേണ്ടിയവരാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ സമൃദ്ധിയുടെയൊക്കെ നടുവിൽ ദൈവജനത്തിൽ വന്നുപോയതായൊരു വീഴ്ച അവിടെ പറയുകയാണ്. അവർ സമൃദ്ധിയുടെ നടുവിൽ തന്നെ ആയിരുന്നപ്പോൾ അവർ എങ്ങനെ സേവിച്ചു എന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്. ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കേണ്ടതായിരുന്നു. അതെന്നെ വളരെ ഭയപ്പെടുന്ന 2 വാക്കുകളാണ്. നമ്മൾ നല്ല ഉന്മേഷത്തോടും
ഹൃദയ സന്തോഷത്തോടും കൂടെ ദൈവത്തെ സേവിക്കാൻ കടപ്പെട്ടവരായിരിക്കെ നമ്മൾ ആ മൂല്യം നഷ്ടപ്പെടുത്തി ദൈവത്തെ സേവിക്കാനിടയായിട്ട് തീരുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം പറയുന്നത്, ആ വാക്ക് ഞാൻ എടുത്തു പറയാനായിട്ടാണ് ആഗ്രഹിച്ചത്. യഹോവ നിൻ്റെ നേരെ ആരെ അയക്കും? ശത്രുക്കളെ അയക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം അത്ര ഗൗരവമായി നമുക്ക് ചിലപ്പോൾ തോന്നുകയില്ല. ഉന്മേഷത്തോടും എല്ലാ ഹൃദയ സന്തോഷത്തോടും കൂടെ ദൈവത്തെ സേവിക്കേണ്ടവരായ നാം അങ്ങനെ സേവിക്കാൻ കഴിയാത്തവരായിട്ട് തീരുമ്പോൾ അതിന്മേൽ അയക്കപ്പെടുന്ന ശിക്ഷ വളരെ ഗൗരവമായതാണ്. ദൈവം പറയാണ്, യഹോവ നിൻ്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ എല്ലാ ഞെരുക്കത്തോടും വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും. അപ്പോൾ എന്തൊരു ഗൗരവതരമായ ശിക്ഷയാണ് വിധിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ ആ വാക്കൊന്ന് എടുക്കാൻ വേണ്ടിയാണ് ആ വാക്യം ഇപ്പോൾ വായിക്കാനായിട്ടിടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവം എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളുടെയും പിമ്പിൽ ആരുടെ സമ്പൂർണ്ണമായ നിയന്ത്രണമുണ്ട്? നമ്മുടെ ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട്. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോൾ ജാതികൾ ചോദിക്കുന്നത്, യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അപ്പോൾ യഹോവ ചെയ്തതാണെന്ന് അവർ തിരിച്ചറിയുകയും അത് ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. രണ്ടാമത്തെ ചോദ്യവും കൂടെ ഒന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം എന്താണ് അവിടെ? ഈ മഹാക്രോധാഗ്നിയുടെ കാരണമെന്ത്? അപ്പോൾ ഇപ്പോൾ അവർ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ ജാതികൾ പോലും നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ മഹാക്രോധാഗ്നിയാണെന്ന് അവർ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുകയാണ്. അതിൻ്റെ കാരണം പറയാനായിട്ടാണ് ഞാൻ ഈ വാക്യത്തിൽ വന്നത്. അതിൻ്റെ കാരണം എന്ത് എന്ന് ജാതികൾ ചോദിക്കുകയാണ്. ഇനിയാണ് നമുക്കതിൻ്റെ മറുപടി അടുത്ത വാക്യത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നത്. മറുപടി വായിച്ചാട്ടെ. ഉണ്ടാകുന്ന മറുപടി എന്തെന്നാൽ, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് അവരുടെ ദൈവം അവർക്ക് കൊടുത്ത നിയമം അവർ ഉപേക്ഷിച്ചു. ഈ ആവർത്തന പുസ്തകത്തിലൂടെ ഞങ്ങൾ കഴിഞ്ഞ 4 മാസങ്ങളായി കടന്നുപോയപ്പോൾ വളരെ ആവർത്തിച്ചുൾക്കൊള്ളുവാൻ നിർബന്ധിതരായിട്ട് തീർന്നതായ കാര്യം, ദൈവം കൊടുത്ത നിയമങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിതിൽ പറയുകയാണ്. അനുസരിച്ചാലുള്ള അനുഗ്രഹം ഒരു വശത്തിങ്ങനെ വിശദീകരിക്കുകയാണ്, ലംഘിച്ചാലുള്ളതായ ദോഷവും ശിക്ഷയും അതോട് ചേർന്ന് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 29-ാം അധ്യായത്തിലെ വാക്യങ്ങളൊന്ന് ചേർത്ത് പറയുവാൻ ഇടയായിട്ട് തീർന്നതിൻ്റെ കാരണം, ദൈവം കൊടുത്ത നിയമം തെറ്റിക്കുന്നു എന്നുള്ളത് ദൈവം വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ദൈവം തന്നിട്ടുള്ളതായ നിയമം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞതാണ്, ദൈവം തന്ന വചനം നമ്മൾ തെറ്റിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫിലദൽഫിയ സഭയുടെ ക്വാളിറ്റി എന്തായിരുന്നു? അവർക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും അവർ കർത്താവിൻ്റെ വചനം കാത്തു. പ്രിയപ്പെട്ടവരെ, അതൊന്ന് അടിവരയിടാൻ വേണ്ടി ഞാനിത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് തന്ന നിയമത്തെ നമുക്ക് സ്നേഹിക്കാനും അത് കാക്കുവാനും കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ കാതലായ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ
നമ്മൾ ഈ പോർഷനിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം തന്നിട്ടുള്ളതായ വചനത്തെ ഈ തലമുറയിൽ അതുപോലെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്ത് വന്നിരിക്കുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ഈ അനുഗ്രഹ വാഗ്ദത്തം നമ്മൾ വായിക്കുമ്പോൾ ഏത് വില കൊടുത്തും കർത്താവിൻ്റെ നിയമങ്ങളെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ആത്മീയഗീതങ്ങളിലെ ആദ്യത്തെ പാട്ടിൽ നിന്നൊരു ലൈൻ ഞാൻ സാധാരണ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, തൻ നിയമങ്ങളെ കാത്തിടുന്നവർക്കും തന്നുടെ ദാസർക്കും താൻ ദയ കാക്കും. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിലുമൊക്കെ കർത്താവ് തന്ന നിയമങ്ങളെ ഏറ്റവും കൃത്യമായി സൂക്ഷിച്ച് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു ചോദ്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് ഓർക്കാനായിട്ട് ഉണ്ട്. കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ, 5 വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഫിലദൽഫിയ സഭയ്ക്കുള്ളതായി ദൂതിൽ കാണാനിടയായിട്ട് തീർന്നത്. 4-ാമത്തേതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 5-ാമത്തേത് ഓർക്കണ്ടോ? ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അത് കർത്താവ് ഈ സഭയ്ക്ക് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ളതായൊരു വാഗ്ദത്തമാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ഈ പാഠത്തിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം ദൈവശാസ്ത്രപരമായി മഹോപദ്രവകാലമാണ്. അത് നമുക്ക് മറ്റ് വേദഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കഷ്ടവും ഉപദ്രവവും ഒക്കെ ദൈവഭക്തിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകാം. പക്ഷേ ഇതൊരു വേറിട്ട കാലമാണ്. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം, അത് പ്രത്യേകിച്ച് യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിലെ പ്രവചനങ്ങൾ വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ടതായ സത്യമാണ്. അതുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇപ്പോൾ പറഞ്ഞു പോകാനും നമുക്ക് നിവൃത്തിയുള്ളൂ. അതിൻ്റെ വലിയ പഠനത്തിലേക്ക് നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് കർത്താവ് ഈ സഭയ്ക്ക് നൽകുമ്പോൾ ഒരു വലിയ സത്യം അവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ മണവാട്ടി സഭ മഹോപദ്രവത്തിന് മുമ്പായി എടുക്കപ്പെടും എന്നുള്ളതായൊരു വാഗ്ദത്തമായിട്ടാണ് നമുക്ക് ഈ വാഗ്ദത്തത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതിൽ അവിടെ നിന്നൊരു ദൂത് ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷാകാലത്ത് കർത്താവ് എന്ത് പറയുകയാണ്? ഞാൻ നിന്നെ കാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമുക്ക് ആ കാര്യം, ആദ്യം ചിന്തിച്ച കാര്യം ഇതും കൂടെ ചേർത്ത് ചിന്തിക്കാം. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുവാൻ ഒരുക്കമാണെങ്കിൽ നമ്മെ കാക്കാൻ ആരും ഒരുക്കമാണ്? നമ്മുടെ കർത്താവ് ഒരുക്കമാണ്. അപ്പോൾ അത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം കാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കാക്കാനിടയായിട്ട് തീർന്നാൽ എത്രയോ അനുഗ്രഹീതമായ സംരക്ഷണമാണ് ദൈവം കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ യോശുവയുടെ പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ യോശുവയ്ക്ക് ദൈവം നിയോഗം കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് യോശുവയെ ഏൽപ്പിക്കുന്നതായ കാര്യം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒരുപക്ഷെ മോശ ചെയ്തതിനേക്കാൾ സങ്കീർണമായ കാര്യങ്ങൾ
യോശുവയ്ക്ക് ചെയ്യാനായിട്ടുണ്ട്. കാരണം വേറെ രാജാക്കന്മാർ അതിലിരിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം. പിടിച്ചെടുക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണ് അതവർക്ക് പങ്കിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഒരു സാധാരണ വിഷയമല്ല, വളരെ സങ്കീർണമാകാവുന്നതായ വിഷയമാണ്. പക്ഷേ അങ്ങനെ വലിയ ഉത്തരവാദിത്വങ്ങൾ യോശുവയെ ബലമേൽപ്പിച്ച് ദൈവം അയക്കുമ്പോൾ അത് വിജയകരമായിട്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ വ്യവസ്ഥയെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് പരിചയമുള്ള വാക്യമാണെങ്കിൽ ആ വാക്യങ്ങളൊന്ന് അങ്ങ് വായിച്ചു പോകാം. 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഞാനതിൽ ഓരോ കാര്യങ്ങളും എടുത്ത് വിശദീകരിക്കുന്നില്ല. ആ 3 വാക്യങ്ങളിലായിട്ട് ആകെപ്പാടെ ഒരു കാര്യം പറയുന്നുള്ളൂ. നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, പിന്നെ ഇത് പ്രമാണിച്ച് നടക്കണം, പിന്നെ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇങ്ങനെയൊക്കെ സാധിച്ചാൽ അത് പ്രമാണിക്കാനായിട്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം, ഭയപ്പെടരുത്. അപ്പോൾ ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. മോശ മുഖാന്തരം നൽകിയിട്ടുള്ളതായ ദൈവത്തിൻ്റെ വചനം യോശുവ കൃത്യമായി പ്രമാണിച്ചാൽ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അവൻ ആശങ്കപ്പെടാനായിട്ട് ആവശ്യമില്ല. നീ പോകുന്നിടത്തൊക്കെ ശുഭമായിരിക്കും, പിന്നെ നിൻ്റെ പ്രവൃത്തി സാധിക്കും. അത് നീ സാധിക്കുന്നതല്ല, പിന്നെ ഈ പ്രമാണം തന്നവൻ സാധിപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, ഒരാൾ വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുക എന്നുള്ളത്, അതിലാണ് എല്ലാ വിജയവും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ വ്യക്തിപരമായിട്ടും നമുക്ക് ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. വ്യക്തിപരമായിട്ട് വചനം പ്രമാണിക്കാനായിട്ട് വേറെ ആരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട്? വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള നിർണയത്തിലേക്ക് വരാൻ സാധിച്ചാൽ, അതിനു വേണ്ടി വില കൊടുക്കാനായിട്ട് സാധിച്ചാൽ നമുക്കത് സാധിക്കും. നമ്മുടെ കർത്താവ് കൂടെ ഇരുന്നത് സാധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊരു വലിയ വാഗ്ദത്തമായിട്ട് ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതിനെക്കുറിച്ചുള്ളതായ ആശങ്കകൾക്ക് ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം ബോധ്യപ്പെട്ടൊരു കാര്യം അനുസരിക്കുന്നതിൻ്റെ ഭാഗത്ത് ഇനി അതിന് വേറെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതായ ആവശ്യം ഇല്ല. കാരണം പ്രമാണം തന്നവൻ കാക്കാമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും കാക്കും. അതുകൊണ്ട് ആ വലിയ വിശ്വാസം ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. വചനം കാക്കുന്ന കുടുംബത്തെ ആര് കാക്കും? കർത്താവ് കാക്കും. വേദപുസ്തകത്തിൽ നിന്ന് ഒരു തെളിവ് നിങ്ങൾക്ക് പറയാമോ? നോഹയുടെ തലമുറയിൽ വചനം കാത്ത ഒരേ ഒരു കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വാക്യമൊന്നും വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലും 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും, ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 22-ലും 7-ന്റെ 5-ലും ദൈവാത്മാവ് ഈ കുടുംബത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ഫിലദൽഫിയ സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യം പോലെയുള്ള സാക്ഷ്യമാണ് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ സാക്ഷ്യം? നമുക്കറിയാമല്ലോ. ദൈവം കൊടുത്ത കൽപ്പനകളെല്ലാം അവർ കൃത്യമായി അനുസരിച്ചു.
7ൻ്റെ 5 വരുമ്പോൾ ഒരു വാക്കോടെ ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ അവർ ചെയ്തു. അപ്പോൾ പെട്ടകമുണ്ടാക്കുന്ന വെളിപ്പാട് കൊടുത്തു, അതിൻ്റെ അളവ് കൊടുത്തു, വിശദാംശങ്ങൾ കൊടുത്തു. ദൈവാത്മാവ് വന്നിട്ട് രേഖപ്പെടുത്തുകയാണ്, ഇവരത് അങ്ങനെ തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഒരു കുടുംബത്തിന് ഏറ്റവും കൃത്യമായി അനുസരിക്കാനായിട്ട് സാധിക്കും. കൃത്യമായി അനുസരിക്കാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലോകം മുഴുവനും ആ ജലപ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടപ്പോഴും ഈ കുടുംബം വളരെ അതിശയകരമായ നിലയിൽ 8 പേരടങ്ങുന്ന ആ കുടുംബം അസാധാരണമായ നിലയിൽ സംരക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. കർത്താവ് ഫിലദെൽഫിയ സഭയോട് പറയുന്ന വാക്ക് ഇവിടെയും ഓർക്കാം, പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം കാക്കുന്ന ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ അതെത്രയോ അന്വർത്ഥമായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വചനം കാത്ത സഭയ്ക്ക് കൊടുക്കുന്നതായ ആ വാഗ്ദത്തമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമ്മളൊരു സഭ അല്പമേ ശക്തിയുള്ളൂ എങ്കിലും വചനം കൃത്യമായി കാക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ സഭയുടെ ഭാവിയെക്കുറിച്ചൊന്നും അങ്ങനെ ആശങ്കപ്പെടാനായിട്ട് ആവശ്യമില്ല. കാരണം ഞാനും നിന്നെ കാക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ ആ വാക്കുകൾ ഏറ്റവും കൃത്യമായി നിവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. കഴിഞ്ഞകാല ചരിത്രത്തിൽ അതെത്രയോ കൃത്യമായി നിവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഉപസംഹരിക്കട്ടെ. വചനം കാത്ത ഫിലദെൽഫിയ സഭയ്ക്ക് കർത്താവ് എന്തോരം വാഗ്ദത്തങ്ങളാണ് ചേർത്ത് നൽകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റ് പല സഭകൾക്കും ലഭിക്കാത്ത വാഗ്ദത്തങ്ങൾ ദൈവം ഈ സഭയ്ക്ക് കൊടുത്തതിൻ്റെ കാരണം അവരുടെ ആൾബലം നോക്കിയല്ല, പിന്നെയോ അവർ വചനത്തോട് കാണിച്ചതായ വിശ്വസ്തതയെ സഭാകാന്തൻ വചനം കൊടുത്തവൻ ആദരിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വാക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. വ്യക്തിപരമായും കുടുംബങ്ങളായും സഭകളായിട്ടും കർത്താവിൻ്റെ വചനം കാത്ത് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ഈ പഠനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ സഭകളുടെ ക്രിസ്തുവിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ലവോദിക്ക സഭയ്ക്കുള്ളതായ ദൂതിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ കാര്യം കൂടെ ചിന്തിച്ച് നമ്മുടെ ഈ പഠനം ഉപസംഹരിക്കാം എന്നാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങൾ ഫിലദെൽഫിയ സഭയ്ക്കുള്ളതായ ദൂതിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ പറയാത്തൊരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ചിന്തിച്ച് ഈ പഠനം അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ വിശ്വസ്തനും സത്യവാനും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുൻദൂതുകളിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം ഇവിടെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന സഭാകാന്തൻ.
നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഇതിൽ ഓരോ വാക്കുകളും നോക്കേണ്ടിയിരിക്കുന്നു. ദൈവശാസ്ത്രപരമായി പിശാച് വളരെയധികം തെറ്റിദ്ധാരണകൾ പരത്താനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ എൻ്റെ ഏറ്റവും ലളിതമായൊരു പാഠം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ദൂതുകളിൽ കർത്താവ് പരിചയപ്പെടുന്ന വാക്കുകളൊക്കെ ചിന്തിച്ചപ്പോൾ എല്ലാ ദൂതുകളിലും ഓർത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. കർത്താവ് ഓരോ ദൂതിലും വ്യത്യസ്തമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ പഠിക്കാനായിട്ട് അവസരം ഉണ്ടായത്. കാരണം ഓരോ സഭകൾക്കും വേറെ വേറെ നിലയിലാണ് കർത്താവ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പഠനശാഖയായി നമ്മൾ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. ക്രിസ്തുശാസ്ത്രത്തിൻ്റെ നമ്മൾ പോയ വഴി ഒരു വേറിട്ട വഴിയാണ്. ഓരോ സഭകളോടും കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് അവരുടെ നിലയിലാണ് തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വെളിപ്പാടുകളിലൂടെയൊക്കെ പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർത്തിട്ടുണ്ട്, നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ ഏതേ വഴിയുള്ളൂ? കർത്താവ് വെളിപ്പെടുത്തിയാലേ വഴിയുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ വേറെ എന്ത് പഠനം നടത്തിയാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ ദൈവം വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വെളിപ്പാടെല്ലാം പൂർണ്ണമായിരിക്കണം, നമ്മുടെ യുക്തിയുടെ എല്ലാ പഴുതുകളും അടയ്ക്കുന്നതായിരിക്കണം എന്നുള്ളതായ ഷാഠ്യമൊന്നും ആവശ്യം ഇല്ല. പിന്നെയും നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മളെല്ലാ താഴ്മയോടും എല്ലാ വിനയത്തോടും സൗമ്യതയോടും കൂടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ വഴിയിൽ ഇത് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന സഭാകാന്തൻ എന്ന് പറയാനിടയായിട്ട് തീരുമ്പോൾ കർത്താവ് ഈ സഭയെക്കുറിച്ച് വളരെ ഗൗരവമായൊരു കുറ്റം അവരെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പം അതിപ്പോൾ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇന്ന് പറ്റുകയുള്ളൂ. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. അതിലൊരു ശക്തമായ ദൂതുമുണ്ട്. ഒന്ന് വായിക്കാമോ അത്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർഭാഗ്യൻ അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുകയാണ്. മതി. അപ്പോൾ അവിടെ കർത്താവ് അവരെക്കുറിച്ച് പറയുന്ന സാക്ഷ്യവും അവർക്ക് അവരെക്കുറിച്ചുള്ള ധാരണയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊരു ദൂത് നമുക്ക് തരുന്നുണ്ട്. അവരവരെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ 2 വാക്ക് ഓർക്കണം. കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്, സത്യവാനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ പരമാർത്ഥതയുടെ ഒന്ന് പരിശോധിക്കാനും വിനയപ്പെടാനും ആവശ്യമുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. കർത്താവ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ പാപമാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ആ പാപം സംബന്ധിച്ച് വിനയപ്പെടുന്നതാണ് വിവേകം. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ച് തെറ്റായ നിലയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ചിന്തയും മുറുകെ പിടിച്ചിട്ട് കാര്യം ഇല്ല. അതുകൊണ്ട് ഇവിടെ കർത്താവ് ഈ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്ന ഈ വാക്കുകൾക്ക് ആ നിലയിലുള്ള പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഇവരോട് പറയുമ്പോൾ ആദ്യം പറഞ്ഞ് തുടങ്ങുന്നതായ വാക്കുകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയാണ് ഞാൻ. അതവരോട് പറയുകയാണ്. ആ വാക്കിനെ ഒന്നുകൂടെ പറയട്ടെ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയാണ് കർത്താവ് എന്നുള്ളതായ കാര്യം അവരോട് പറയുകയാണ്.
അപ്പോൾ ഇവിടെ ഇവരുടെ നിജസ്ഥിതി വെളിപ്പെടുത്തുക എന്നുള്ള ആ വെളിപ്പെടുത്തൽ ഏറ്റവും ആധികാരികമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം കർത്താവ് ഇടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ നമുക്ക് ഓർക്കേണ്ട വിശദീകരണം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത വാക്യം ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നാണ് സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് സത്യമായ സാക്ഷ്യം കർത്താവ് നൽകുന്നത്. അപ്പോൾ ഇവിടെ ചില സംശയങ്ങളുണ്ടാകാം, പക്ഷെ അവിടെ ലളിതമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം, സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചൊരു സാക്ഷ്യം ആർക്കേ പറയാൻ പറ്റുകയുള്ളൂ? സൃഷ്ടിതാവിനെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കർത്താവ് ഇവരുടെ നിജസ്ഥിതിയെക്കുറിച്ചുള്ള സാക്ഷ്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് പറയുകയാണ്, കർത്താവിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും പറയാൻ പാടില്ലാത്ത സാക്ഷ്യം പറയുന്നവനാണ് പറയുന്നവനായ ഞാനാണ് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ സത്യമായ സാക്ഷ്യത്തിൻ്റെ മഹത്വം എത്രയോ മനോഹരമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോട് ചേർത്ത് നമുക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ കൂടി ചിന്തിക്കണം. അത് നിങ്ങൾ അടുത്ത ദിവസം ചിന്തിച്ചുകൊണ്ട് വന്നാൽ മതി. അവിടെ നമ്മുടെ കർത്താവ് സൃഷ്ടിതാവാണെന്നും ഒക്കെ ഉള്ളതായ വലിയ സത്യം ഉറപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ച് ധ്യാനിച്ച് വരണം. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവ് സൃഷ്ടിതാവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, അതവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് ആ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നവൻ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. ആ സാക്ഷ്യം നൽകിയ കർത്താവാണ് ലവോദിക്യ സഭയെക്കുറിച്ചുള്ളതായ ഈ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത് എന്ന സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഞാൻ ഈ വചനം ചിന്തിക്കാൻ തുടങ്ങി 2-3 ആഴ്ച ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോടെ ഓർക്കുന്നൊരു കാര്യം, കർത്താവേ, എൻ്റെ നിജസ്ഥിതി അങ്ങേക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ പദ്ധതിയിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരണം. ആ വിനയത്തോടും ദൈവഭയത്തോടും കൂടെ നമുക്ക് ഓരോ ദിവസവും സഭാജീവിതം നയിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് സൃഷ്ടിതാവാണെന്ന സത്യം തെളിയിച്ചിട്ട് സഭയോടുള്ള ബന്ധവും കൂടി ആ വേദഭാഗത്ത് തന്നെ വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങളത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതുകൂടെ ധ്യാനിച്ച് നമ്മുടെ ഈ പഠനം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സഭാകാന്തനായ നമ്മുടെ കർത്താവ് എത്രയോ മഹത്വപൂർണ്ണനാണ്. ഓരോ കാര്യങ്ങളും ഓരോ വെളിപ്പെടുത്തലുകളും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഏറി വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഈ ക്രിസ്തു ശിരസായിരിക്കുന്നൊരു സഭ എന്ത് മഹത്വമുള്ളതാണ് അല്ലേ? ലോകത്തിലെ സ്ഥാപനങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ളതല്ലാതെ സഭയുടെ മഹത്വം ശരിക്കും സഭാകാന്തൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ദൈവസഭയിൽ ആയിരിക്കുവാൻ, സഭാജീവിതം നയിക്കുവാൻ ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.